വലിയ വായിലെ ചെറിയ കാര്യങ്ങൾ മാത്രം പോരാ, ഇനി ചെറിയ വായിലെ വലിയ കാര്യങ്ങളും കേൾക്കാം. താങ്ക് യു. നല്ല സൂപ്പർ റോഡ്. ഈ റോഡിലൂടെ നമുക്കൊരു സ്ഥലം വരെ പോയാലോ? യെസ്, കണ്ണൂരിലേക്ക്. ഫേമസ് ആയിട്ടുള്ള മൃദംഗ ശൈലേശ്വരി ടെമ്പിൾ, അതിൻ്റെ അടുത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ ഹെറിറ്റേജ് ഹോമിലേക്കാണ് ഈ യാത്ര. ഇതാണ് സ്ഥലം, ബെസ്റ്റ് ഹെറിറ്റേജ് ഹോം. ഒരു 100 കൊല്ലത്തോളം പഴക്കമുള്ള ഒരു തറവാട് വീട് ഭംഗിയായി റെനോവേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് ആസ്വദിച്ച് താമസിക്കാം. Come on everybody. ട്രീറ്റ് ചെയ്തിട്ടുള്ള ലാറ്ററൈറ്റ് സ്റ്റോൺ കൊണ്ടുള്ള ചുമരാണ്, വെട്ടുകല്ല്. കുറച്ച് ഭാഗമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാത്റൂം ഒക്കെ മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കോറിഡോറിൽ കടന്നാൽ താഴോട്ടുള്ളൊരു പണ്ടത്തെ വഴി കാണാം. ഇപ്പൊ അടച്ചിട്ടിരിക്കുക. ഇത് ഡൈനിങ് ഏരിയ. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാം. മുകളിൽ 3 റൂം, താഴെ 3 റൂം. ഞങ്ങൾ 5 പേരാണ് പോയത്. ഇത് അച്ചാച്ചമ്മയുടെ റൂം. മുകളിലെ റൂം ഞങ്ങളും എടുത്തു. സൈസൊക്കെ സെയിം തന്നെ, ബട്ട് റൂഫ് വേറെ മോഡലാ. ആ പഴയ ട്രഡീഷണൽ റൂഫ്. ഇടയ്ക്കൊരു ബീമൊക്കെ കൊടുത്ത് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. കോമൺ ഏരിയയിൽ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ബുദ്ധ സ്റ്റാച്ചു, ചുണ്ടൻ വള്ളത്തിന്റെ ഒരു മോഡൽ, അങ്ങനൊക്കെ. ഇതൊരു മൺവിളക്ക, എന്നേക്കാൾ വലിയത്. പിന്നെ ഇവിടെ ഒരു പൂജാമുറി ഉണ്ട്. അതൊക്കെ ആ പണ്ടത്തെ രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ കുളമാണ്. പണ്ടുണ്ടായിരുന്ന കുളം പടവുകളൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കിയെടുത്തു. നല്ല കാം ആൻഡ് ക്വൈറ്റ് ഏരിയ ആണ്. മുമ്പ് പറഞ്ഞല്ലോ, ഇത് മൃദംഗ ശൈലേശ്വരി ടെമ്പിളിനടുത്തുള്ള പ്രോപ്പർട്ടി ആയതുകൊണ്ട് അമ്പലത്തേക്ക് വരുന്നവർക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഈ തറവാട് വീട് നല്ലൊരു ഓപ്ഷനാണ്. ഈ കുളത്തിലൊക്കെ നീന്തി കളിച്ച് എൻജോയ് ചെയ്ത് മടങ്ങാം. താഴെയും ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇനി മുകളിൽ നിന്നുള്ള വ്യൂ കാണാം. ആ റൗണ്ട് കാണുന്നത് കിണറാണ് കേട്ടോ. ആ മഴക്കോളുണ്ട്. എവിടെ മഴ? ദേ വന്നു. വാവ്, മഴയും കൂടി പെയ്തപ്പോഴാ കൂടുതൽ ഭംഗിയായത്. ഈ വൈബ് ഫുൾ പൊട്ടൻഷ്യലിൽ എൻജോയ് ചെയ്യണമെങ്കിൽ മഴ കൂടി വേണം. വേണമെങ്കിൽ ഒരു ബുക്കൊക്കെ വായിച്ച് ഈ ചാരുകസേരയിൽ കിടക്കാം. വണ്ടികളുടെയും അധികം ആളുകളുടെയും ഒന്നും ബഹളമില്ലാതെ ഇങ്ങനെ റിലാക്സ് ചെയ്ത്. ആ മൈക്ക് സ്റ്റാൻഡൊക്കെ കണ്ടോ?
ഇവിടെ ഇടയ്ക്ക് കമ്പനി മീറ്റിംഗ്സ് ഒക്കെ നടത്താനായി ബുക്ക് ചെയ്യാറുണ്ട്. അതിനൊക്കെ വേണ്ടിയുള്ളതാ. ഫാമിലി ഗെറ്റ് ടുഗദർ, ബർത്ത്ഡേ ഫങ്ഷൻസ്, എന്തിന് കല്യാണങ്ങൾ വരെ ഇവിടെ നടത്താറുണ്ട് എന്നാ പറയണേ. കുറെ ഏരിയ ഉണ്ട് കേട്ടോ ഇത്. എന്തായാലും ഞങ്ങൾ ചെന്ന ദിവസം മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതുപോലെ നിന്ന് എൻജോയ് ചെയ്യാനും പറ്റി. ഇനി നമുക്കുള്ളിലേക്ക് പോവാം. ദാ ആ കാണുന്നതാണ് പണ്ട് നെല്ലും സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന പത്തായം. ഇനി റൂമിലൊരു കാര്യമുണ്ട്. ഡോർ ഇങ്ങനെ അടച്ചു കഴിഞ്ഞ് കുറ്റി ഇങ്ങനെ അടച്ചു കഴിഞ്ഞാലും ഒരു സൈഡ് ഇങ്ങനെ തുറന്നു പോകും. ഇതെന്താ കഥ? ആശാരി കുറ്റി വെച്ചത് തെറ്റിപ്പോയി എന്നൊക്കെയുള്ള കൊമന്റ് വന്നു തുടങ്ങി. പക്ഷെ സംഭവം അതല്ല. ഇതിങ്ങനെ ചേർത്തടച്ച് ഈ മരത്തിന്റെ പീസ് വെക്കണം. സംഭവം ലോക്ക്. ഇതറിയാവുന്ന പല തച്ചന്മാരും ഉണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാ, പിന്നല്ല. നേരം സന്ധ്യയായി. രാത്രിയിലും മഴയുണ്ടാവുന്ന തോന്നണ. ഇത് രാത്രിയിലെ വ്യൂ. ഇനി നമുക്ക് ഡിന്നർ കഴിക്കാം. ഇവിടെ കിച്ചൺ ഇല്ല, പക്ഷെ വേണ്ട ഫുഡ് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. നല്ല കൈപ്പത്തിരിയും ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഗ്രിൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ സെറ്റാക്കി തരും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് ഇവിടുത്തെ വേറൊരു ടൈപ്പ് റൂമാ. കൂടുതൽ പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ടൈപ്പ്. 2 ബാത്റൂം ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ആയിട്ടോ ടീമായിട്ടോ ഒക്കെ വരുമ്പോ എടുക്കാൻ പറ്റിയ ഒരു റൂം. നേരം വെളുത്തു. രാത്രിയിലും മഴയായിരുന്നു. രാവിലെ നല്ല ദോശയും ചട്നിയും. ഇനി നേരെ അമ്പലത്തേക്ക്. മൃദംഗ ശൈലേശ്വരി അമ്പലം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന അമ്പല. പഴശ്ശിരാജയൊക്കെ വന്നിരുന്ന അമ്പലം. മൂകാംബിക ടെമ്പിളിലെ പോലെ സരസ്വതി, ലക്ഷ്മി, കാളി അങ്ങനെ 3 രൂപത്തിലായിട്ടാണ് ഇവിടെ ഭഗവതി ഉള്ളത് എന്നാണ് വിശ്വാസം. പിന്നെ ഈ അടുത്ത വർഷങ്ങളിലായി ഫേമസ് ആയ കുറച്ച് കഥകൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇവിടുത്തെ വിഗ്രഹം പലതവണ പലരും എടുത്തോണ്ട് പോവാൻ നോക്കിയിട്ട് പറ്റില്ല എന്നൊക്കെ. അതിനൊക്കെ ശേഷം ഈ അമ്പലം കൂടുതൽ ഫേമസ് ആയി. ഈ ഏരിയ മുഴുവൻ അതിനനുസരിച്ച് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ ഒക്കെ ഉള്ളു അങ്ങോട്ട്. അമ്പലത്തിൽ നിന്ന് അങ്ങനെ തിരിച്ചെത്തി. ഇപ്പൊ മഴയില്ല, അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് നടക്കാം. കുളത്തിലെ വെള്ളപ്പോ കലങ്ങി കിടക്കുക. അതിവിടെ മുകളിൽ കുറച്ച് മണ്ണ് മാറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ മഴയും കൂടി പെയ്തപ്പോ ആ ചെളിയൊക്കെ കുളത്തിലേക്ക് ഇറങ്ങിയതാ. അല്ലെങ്കിൽ അതുപോലെ നല്ല പച്ച കുളമായിട്ടാ ഉണ്ടാവുക. രാത്രി ആയാലും ലൈറ്റൊക്കെ ഇട്ട് കുളത്തിൽ എൻജോയ് ചെയ്യാം. ആടം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നീന്തലറിയാവുന്നവർ ഇറങ്ങിയാൽ മതി കേട്ടോ. ആ പഴയ രീതിയിലുള്ള പടവ് കെട്ടിയ കുളമൊക്കെ കാണാത്ത പുതിയ ജനറേഷനിലുള്ളവർക്ക് ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആവും. വെഡിങ് ഫോട്ടോഷൂട്ടിനും പറ്റിയ സ്ഥലം. ഒരു 2000-3000 റേഞ്ചിലൊക്കെ കിട്ടുന്ന റൂമുകളെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ചോയ്സാണ് ഇവിടെ.
ഈ ഓണം വെക്കേഷന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തോ? മൃദംഗ ശൈലേശ്വരി അമ്പലത്തിലൊക്കെ തൊഴുത് 100 കൊല്ലം പഴക്കമുള്ള തറവാട്ട് വീട്ടിലൊക്കെ താമസിച്ച് കുളത്തിന്റെ അടുത്തൊക്കെ നിന്ന് നല്ല ട്രഡീഷണൽ സ്റ്റൈലിൽ കുറെ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് ഓണം അങ്ങോട്ട് കളറാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം.